കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചെമ്മാനം തോൽക്കണ പെണ്ണുണ്ടെന്ന് പണ്ടാരു ചൊല്ലിയ നെഞ്ചുണ്ടെന്ന് പ്രണയാർദ്രം ചൊരിയും Love has many flavors and East Tea co-presents Yanum Ende Aalum, co-powered by Pooja Ragini, cosmetic partner Dazzler Eterna Way to Stardom. ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു എന്റർടൈൻമെന്റ് റൗണ്ട് ആണ്. അപ്പോ ഇവരുടെ പല പെർഫോമൻസുകളും മലയാള സിനിമയിൽ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ആയിട്ട് ചില പെർഫോമൻസുകളുമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ദമ്പതികൾ ഇന്ന് നമ്മളോടൊപ്പം ഈ ഷോയിൽ ജോയിൻ. കംപ്ലീറ്റ് ശ്രദ്ധ കൊണ്ടുപോയത് അഡ്വക്കേറ്റ് കോടതി ചെന്ന പ്രതിയോട് നിങ്ങൾ പതിവായി TV കാണാറുണ്ടോ? ഉടനെ പ്രതി ആ സ്കിറ്റും ഇൻട്രോയും ഒക്കെ ഭയങ്കര രസമായിരുന്നു. സാറ് കണ്ണട വെച്ചാൽ നന്നായിട്ടാ ഇല്ല സാറിന്റെ 2 കൃഷ്ണമണിയും വിജയുടെ കയ്യിരുന്നേ. എനിക്ക് സംവിധാനം ഇനി ഒരു അവസരം ദൈവം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കും. അപ്പൊ ഈ ഒരു എന്റർടൈൻമെന്റ് ഒന്ന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിട്ട് നമുക്ക് ഇന്നൊരു വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ മലയാള സിനിമ വേറൊരു ട്രാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ ചിരിപ്പിച്ചും തിയേറ്ററിലേക്ക് ആളുകളെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് മലയാള സിനിമയുടെ ആ ഒരു മുഖച്ഛായ തന്നെ മാറ്റിയതിൽ ഒരു മേജർ പങ്ക് വഹിച്ച സൂപ്പർ ഹിറ്റ് ഡയറക്ടർ ദി വൺ ആൻഡ് ഓൺലി സിദ്ദീഖ്. അപ്പൊ സാർ ഭയങ്കര സന്തോഷം നമ്മുടെ ഈ വേദിയിലേക്ക് വന്നതില്. ഇന്നാണ് നമ്മൾ ശരിക്കും ഇവിടെ ഇതുവരെ ഇവരുടെ ജീവിത കഥകളൊക്കെ പറഞ്ഞിട്ടുള്ള റൗണ്ടുകളൊക്കെ ആയിരുന്നു. ഇന്നാണ് നമ്മൾ ശരിക്കും ഇവിടെ ഒരു എന്റർടൈൻമെന്റ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഷോനെ കുറിച്ച് കേൾക്കുകയോ എന്തെങ്കിലും ഗ്ലിംസ് ഒക്കെ കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ആണോ? ഞാൻ ജോബിയുടെ എപ്പിസോഡ് കണ്ടാൽ ഇന്ന് തിരിച്ചറിയാൻ സാധ്യതയില്ല ആരെയും. നല്ല എപ്പിസോഡായിരുന്നു. ജോബിയുടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സോറി. നല്ല എപ്പിസോഡായിരുന്നു. വളരെ ടച്ചിങ് ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു. അപ്പൊ നമ്മളിത് ശരിക്കും ഇതൊരു കോമ്പറ്റീഷനോ അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല. ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലത്തെ ഒരു പരിപാടിയാണ്. നമുക്ക് 8 കപ്പിൾസ് ഉണ്ട്, അവർ 2 പേരുണ്ട്. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരും. നമ്മൾ ഇവിടുത്തെ അവരുടെ വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും കല്യാണ വിശേഷങ്ങളും ഒക്കെ പറയും. ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ എന്റർടൈൻമെന്റുകൾ നമ്മൾ ഒപ്പിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അതങ്ങനെ വലിയൊരു ജഡ്ജിങ് അങ്ങനത്തെ പരിപാടിയൊന്നും വിചാരിക്കരുത്. നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മള് വിളിച്ചു വിരുന്നുകാരനായിട്ട്, അതാണ് സംഭവം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മുടെ ഗസ്റ്റ് സീറ്റിലേക്ക് ഇരിക്കാം. നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ പ്രോഗ്രാംസ് കാണാം. ഇടയ്ക്ക് ഓരോ കഥകൾ പറയണം കേട്ടോ. കറുത്തമ്മ കരയാത്ത ചെമ്മീൻ, അതാണ് നമ്മൾ ഇന്ന് ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്റർടൈൻമെന്റ് റൗണ്ടില് അടുത്തതായിട്ട് കറുത്തമ്മയും പരീക്കുട്ടിയുമായി എത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട ദമ്പതികൾ സാജു ചേട്ടൻ ആൻഡ് രശ്മി ചേച്ചി. വെൽക്കം ടു ദ സ്റ്റേജ്. അയ്യോ കൊച്ചു മുതലാളിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ കറുത്തമ്മ, എന്താണെങ്കിലും പറയൂ. അത് പിന്നെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാക്കി തരണം. അതിന് ഞാൻ മാത്രം വിചാരിച്ചാ പോരല്ലോ. അയ്യോ കൊച്ചു മുതലാളി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഒരു റീൽസ് എടുത്ത് എന്നെ എങ്ങനെയെങ്കിലും വൈറലാക്കി തരണമെന്നാണ്. പുല്ല്, വെറുതെ ഞാൻ ആശിച്ചു. റീൽസ് എങ്കിൽ റീൽസ്, ഞാൻ റെഡി. എന്നാ പിന്നെ 3, 2, 1 ആൻഡ് ആക്ഷൻ. ഓ, വലിച്ചു. എന്താ പറഞ്ഞത്? അതല്ല, ഞാൻ വലിച്ചു നടന്നു വന്നപ്പോ ടൈമും കഴിഞ്ഞെന്നാ പറഞ്ഞത്. നമുക്കെന്നാ 10 ആ അത് മതി. മുതലാളിയുടെ നടത്തത്തിന് 10 തന്നെ തികയുമോ ആവോ?
എന്നാ പിന്നെ 3, 2, 1 ആൻഡ് ആക്ഷൻ. കൊച്ചുമുതലാളി ഞാൻ പോകുന്നു, ബാക്കി ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടോളാം. കരുതമ്മ എന്നെ മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. എടവപ്പാതി കോള് കഴിഞ്ഞ് കടലിനക്കരെ മാനം തെളിഞ്ഞ് എടവപ്പാതി കോള് കഴിഞ്ഞ് കടലിനക്കരെ വൻഖേ മാത്രമല്ല, നിന്നെ ഞാനും അടിക്കും. ഒരു അടിക്കാരൻ, ഒരു 5-6 അടിയുള്ള കണ്ടാലും മൊഞ്ചുള്ള പഞ്ചാരയടിക്കാരൻ. ഒരു അടിക്കാരൻ, ഒരു 5-6 അടിയുള്ള കണ്ടാലും മൊഞ്ചുള്ള പഞ്ചാരയടിക്കാരൻ. എന്നെ കടലിൽ പറഞ്ഞു വിട്ടച്ച് രണ്ടുപേരും കൂടെ റീൽസ് ഉണ്ടാക്കിയാണല്ലേ. അയ്യോ പളനിക്കൊച്ചേട്ടൻ ഇതെങ്ങനെ അറിഞ്ഞു? പിന്നെ എന്നെ മെൻഷൻ ചെയ്തിട്ടാൽ ഞാൻ അറിയില്ലേ മഴമണ്ടി. ഞാനൊരു തമാശക്ക് ആദ്യം തുടങ്ങും, പിന്നെ കാര്യത്തിലേക്ക് വരും. അത് വിട്. അയ്യോ പളനിക്കൊച്ചേട്ടാ, എന്നാൽ കാര്യമായിട്ട് നമുക്കൊരു റീൽസ് ചെയ്താലോ? എനിക്ക് അറിയത്തൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് നോക്കാം. എന്നാ നിങ്ങള് ഒരു ഡ്യൂറ്റ് ചെയ്യ്, ഞാൻ അപ്പുറം പോയിട്ട് മാനസമായിനെ സോളോ അടിച്ചിട്ട് വരാം. അങ്ങനെ അങ്ങ് പോയാലോ? ഈ വീഡിയോ പിന്നെ ആരെടുക്കും? ഇതങ്ങെടുത്ത് വിത്തൗട്ട് ഫിൽറ്റർ. ഓ അതായിരുന്നോ? ഞാൻ വീണ്ടും ചമ്മി. അപ്പൊ ഓക്കെ, 3, 2, 1 ആൻഡ് ആക്ഷൻ. ചേച്ചിയാണോ ബെസ്റ്റ്? ഞാൻ രശ്മി വരുന്നുണ്ടല്ലോ, ഞാൻ ഇപ്പൊ ശരിക്കും കണ്ടോണ്ട് നമ്മൾ വിചാരിച്ചെന്നറിയോ, ഏതെങ്കിലും ഒരു സിനിമയിൽ നിങ്ങൾ രണ്ടുപേരും ജോഡികളായിട്ട് അഭിനയിക്കും. അത് അല്ലെങ്കിൽ നായകനും നായികയോ അല്ലെങ്കിൽ ഉപനായകനും നായികയോ, അങ്ങനെ എന്താണോ കിട്ടുന്നതനുസരിച്ചിട്ട്. രാജി ഉറപ്പായിട്ട് പുള്ളിക്കാരത്തി നമ്മള് വീട്ടിൽ കമത്തി വെച്ചേക്കുന്നത് മാണിക്കുണ്ടോ? അല്ല, എനിക്ക് വൈഫ് അഭിനയിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അതിൽ 75 വയസ്സുള്ള ക്യാരക്ടറായിട്ടാണ് ചെയ്തേക്കുന്നത്, അതിൽ മെയിൻ ക്യാരക്ടർ. അപ്പൊ എനിക്ക് എപ്പോഴും അഭിനയിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹവും. ഒരു റീടേക്ക് പോലും ഇല്ല, അത് എത്ര ഭംഗിയായിട്ട്. ഗംഭീരം ഗംഭീരം. ഇതിനിടയ്ക്ക് നമ്മുടെ സത്യൻ ഇതിലെ വന്നു പോയായിരുന്നു. സത്യമാഷിന്റെ ഫിഗർ ചെയ്ത് ഡാൻസ് ചെയ്ത്. സത്യൻ ഞങ്ങൾ എപ്പോഴും ഒന്നിച്ച് പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരാ. ലാസ്റ്റ് പാടിയ പാട്ട് ഏതായിരുന്നു? ശരിക്കും ആളുടെ ആ നടത്തം പോലെ ഏതായിരുന്നു? ഒന്ന് ഒരു പ്രാവശ്യം കാണിക്കോ? അടിപൊളി, സൂപ്പർ.
സോ ഡാൻസേഴ്സ് എല്ലാവരും ഭയങ്കര ഗംഭീരമായിട്ട് ആ ഒരു ടീമിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ പെർഫോം ചെയ്തു. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾക്ക് പതുക്കെ ഡിസ്പോസ് ചെയ്യാം. നിങ്ങൾ പോവാൻ വരട്ടെ, നിങ്ങൾക്ക് ഇനിയും പണിയുണ്ട്. താങ്ക് യു. അപ്പൊ പൊളിച്ചടുക്കിയ പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും. രണ്ടുപേരും മറ്റേ എന്താ ഡാൻസ് സ്കൂളൊക്കെ നടത്തിയിരുന്നല്ലേ പണ്ട്? പക്ഷെ രശ്മി ചേച്ചി ഇപ്പൊ കുറെ നാളായല്ലേ പെർഫോം ഒക്കെ കുറെ വർഷങ്ങളായി. പക്ഷെ അതൊന്നും ഒട്ടും ഫീൽ ചെയ്യണുണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു. അപ്പൊ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ? ഈ അഭിനയത്തിന്റെ എല്ലാ നവരസങ്ങളും കുട്ടിക്ക് അറിയാമോ? ഇല്ല, അങ്ങനെ പറയരുത്. ഞങ്ങൾ 1-2 രസം പറഞ്ഞ ആദ്യം മുഖത്ത് വരുന്നുണ്ടോ ഞങ്ങൾ നോക്കട്ടെ. ഓക്കെ, ആദ്യത്തെ രസം ശൃംഗാരം. വീരം. ഇത് ഹാസ്യമായിപ്പോയി. അത് പറ്റത്തില്ല. രൗദ്രം. എല്ലാത്തിനും കൊണ്ട് ചിരി ഉണ്ടല്ലോ. അല്ല, എപ്പോഴും ഞാൻ കറിയോന്ന് പറഞ്ഞ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് വന്നേ കൊച്ചിരിക്കാൻ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യമേ സാജു ഓറഞ്ച് ചെയ്യട്ടെ. അപ്പം രശ്മി റെഡിയാവും. സാജു വീരപ്പൻ. വീരപ്പനല്ല, വീരം. അതൊരു സംഭവം. അമേരിക്കയിൽ അതിന് വീരപ്പൻ എന്നാണ് പറയുന്നത്. വീരം. ശാന്തം. അയ്യോ പാവം. കരുണം. കഞ്ഞി എടുക്കട്ടെ. ശൃംഗാരം. ഹാസ്യം. അടിപൊളി. എന്തായാലും രശ്മിക്ക് അറിയാത്ത ഒരു എപ്പിസോഡ് ഉണ്ടായതിൽ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ കരഞ്ഞില്ല. പക്ഷെ നമുക്ക് കരഞ്ഞ പോലെ ഒരു തോന്നല. അല്ല, എന്നാലും മാറി നിന്ന് കരയുന്ന ഞാൻ കണ്ടായിരുന്നു. വീട്ടിൽ പോയി, വീട്ടിൽ ചെന്നിട്ട് കരഞ്ഞു. നിത്യ, ഞാൻ ഷാജി ചേട്ടന്റെ ഒരു ആരാധികയാണ്. നടണ്ടത് ഓഫ് കോഴ്സ് ആണ്, പക്ഷെ ഒരു ഭർത്താവ് എന്ന നിലയില് ഞാൻ ഭയങ്കര ഒരു ആരാധികയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി, അങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ സത്യം പറയുകയാണെങ്കിൽ രശ്മി, ഞാൻ ശരിക്കും നിത്യ നേരത്തെ വന്നു വെച്ച ഉമ്മ വെച്ച ലിപ്സ്റ്റിക് മായ്ച്ചു കളയാൻ വേണ്ടിട്ടാണ് ഇത്ര സമയം പോയത്. ഞാൻ വിചാരിച്ചു കേട്ടോ, ഇവിടെ ലിപ്സ്റ്റിക് വന്നത്. ഞാനല്ലേ വിചാരിക്കേണ്ടത്. അല്ല, അതാ വിചാരിച്ചത്. ആരും ഒട്ട് വന്നില്ല ഇവിടെ. ഇവിടെ ആകെ ഒരു ലിപ്സ്റ്റിക് കിട്ടക്കണ ഒരാളുള്ളൂ, ജയൻ. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? ഇവര് ആസ് എ കപ്പിൾ ആദ്യമായിട്ടായിരിക്കുമല്ലോ നേരിട്ട് ഇങ്ങനെ കാണുന്നത് അല്ലേ? അതെ. അത് അതിഗംഭീരമായിരുന്നു. അത് നമ്മൾ ഈ സിനിമയില് ഗ്രൂപ്പിൽ ഡാൻസ് ചെയ്യുമല്ലോ. ഗ്രൂപ്പ് ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒന്നുകിൽ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ. ഇപ്പൊ വിജയ് ആണെങ്കിൽ നമ്മൾ ബാക്കി ആരെയും കാണില്ല. എത്ര സുന്ദരിയായ ഹീറോയിൻ കളിച്ചാലും നമ്മൾ വിജയെ നോക്കുള്ളൂ. രജനീകാന്ത് ആണെങ്കിൽ രജനീകാന്തിനെ നോക്കുള്ളൂ, അല്ലേ? അങ്ങനെ ഡാൻസിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരെ നോക്കുള്ളൂ. ഷാജി സോറി കംപ്ലീറ്റ് ശ്രദ്ധ കൊണ്ടുപോയത് രശ്മിയാണ്. ഗംഭീരമായിരുന്നു രശ്മിയുടെ പെർഫോമൻസ്. ഒരു ആർട്ടിസ്റ്റ് ആണ് രശ്മി. അത് വീട്ടിൽ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ് ഷാജി എന്നിപ്പോ. അതാ, അപ്പോ ഒരു വലിയ കയ്യടി ആ കലാകാരിക്ക് കൊടുക്കാം. കരയിപ്പിക്കാൻ വേണ്ടി ചോദിക്കുമല്ലോ കേട്ടോ. പക്ഷെ എന്നാലും ഇത്രയും പേര് ഇത്ര നല്ല അഭിപ്രായം പറയുന്നത് കേട്ടോണ്ടിരിക്കുമ്പോ എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ടല്ലേ? സുഖമുണ്ട്. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയണം. അത് ഭയങ്കര സന്തോഷം. കോംപ്ലിമെന്റ്സ് കിട്ടുമ്പോൾ സന്തോഷം. തീർച്ചയായിട്ടും. ഇങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്കിനി തിരിച്ച് ഇങ്ങോട്ടേക്ക് വല്ല സർപ്രൈസും കൊടുക്കണം അല്ലേ? കൊടുക്കണം. എപ്പോഴും എല്ലാ പ്രാവശ്യം എനിക്ക് ഇങ്ങോട്ട് സർപ്രൈസ് തരാറുള്ളത്. ഇന്ന് ഞാൻ അങ്ങോട്ടേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. ശരിക്കും സർപ്രൈസ് ശരിക്കും കൊണ്ടുവന്നു. ഇപ്പോഴോ? ഇപ്പൊ സർപ്രൈസ് കൊടുത്തോട്ടെ. ഒരു സർപ്രൈസ്. എട് അറിയില്ല. ആളെ വിളിച്ചു. രശ്മിയുടെ ആങ്ങളെയാണോ? എന്റെ ആങ്ങളെ. എനിക്കിപ്പോ ആങ്ങളെ അറിയുമായിരിക്കും. അറിയാതിരിക്കില്ല. അല്ല പിന്നെ അറിയാൻ സാധിച്ചിട്ടാന്ന് വിളിച്ചു ചോദിക്കണത്. അറിയില്ല. കുറച്ച് പഴയ കാലത്തിലേക്കൊന്ന് പോയി നോക്ക്. ഒരു കൂരിക്കറി, കൂര് വെട്ടാൻ. ഇതെന്താ സംഭവം?
ആക്ച്വലി എന്താ ഇവിടെ നടക്കുന്നത്? 20 വർഷം മുമ്പ് ഇവർ രണ്ടുപേരും കൂടെ ഒരു ദിവസം രാത്രി എന്റെ വീട്ടിൽ വന്നു. 20 വർഷം മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ഒരു രാത്രി വന്നു. ഇത് വന്നതല്ല, അവിടെ യാദർശികമായിട്ട് വന്നതാണ്. സാജിയേട്ടൻ പറയൂ എന്നാ. പറയൂ. അല്ല, ഇതിനകത്തെ വേറൊരു കഥയുണ്ട്. അതാ വന്നതല്ല. ഞങ്ങൾ ഒരു ദിവസം പണ്ട് വീട്ടിൽ നിന്ന്, ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് നിൽക്കാൻ സ്ഥലമില്ല. അപ്പം ഞാനൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവർ പഴനിക്ക് പോയിക്കണം. രാത്രി ഒരു 7-8 മണിയൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ നല്ല വണ്ണം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ റോട്ടിൽ നിൽക്കുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, ബസ്സും ഇല്ല, ഒന്നുമില്ല. കാടിനകത്ത് ഒരു കാണിനാണെന്ന് പറഞ്ഞ സ്ഥലവും. അപ്പൊ ഈ യശ്മിനെ വെച്ചിട്ട് ഞാൻ എങ്ങോട്ട് പോകുന്നില്ല. ആദ്യത്തെ പ്രാവശ്യം ഒളിച്ചോടുമ്പോ അല്ല, അതല്ല, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് താമസിക്കാൻ സ്ഥലം ഇല്ലാണ്ട് ഇങ്ങനെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ പോയി തങ്ങിയിട്ട് നാളെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാമെന്ന്. അവിടെ ചെന്നപ്പോൾ അവര് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ആയി, തിരിച്ചു പോരാൻ ബസ്സില്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ ഓട്ടോ ഉണ്ടെന്ന് ഞാൻ വിട്ടു. ചേട്ടാ എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഞാനിങ്ങനെ സ്റ്റാൻലിയുടെ വീട്ടിൽ വന്നാ, അപ്പൊ അതുകൊണ്ടാന്ന് പറഞ്ഞു. അവരില്ല, വീട്ടിലേക്ക് പോകാനും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ഞാനവിടെ നാടൻ പഠിപ്പിക്കാൻ ചെന്നപ്പോ കണ്ടിട്ടുണ്ടല്ലേ, മറ്റേ പഞ്ചായത്ത് ഉത്സവത്തിന്റെ നാടൻ പഠിപ്പിക്കാനായിട്ട് വന്ന അവിടെ അങ്ങനെ കണ്ട് നല്ല അവിടെ ഇരുന്ന് ഞാൻ അവിടെ നിന്ന് കരയണ സമയത്താ ഈ ആള് വന്നത്. അങ്ങനെ വിളിച്ച് ഇയാളുടെ വീട്ടിൽ കൊണ്ടുപോയി. ആരെന്താന്ന് പറയില്ല, ആ വീട്ടിലെ അമ്മ ഞങ്ങൾക്ക് ചോറും കറിയൊക്കെ റെഡിയാക്കി. അയ്യോ അല്ലേ, ലക്ഷ്മിനെ മീൻ വെക്കാൻ പഠിപ്പിച്ച അന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് മീൻ നന്നാക്കാൻ എനിക്കറിയാം. കൂരി ഒന്നും വെട്ടി അറിയില്ല. ചെറിയ മീനൊക്കെയാണ് എനിക്കറിയാൻ പറ്റും. കൂരി എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അമ്മ എനിക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളം കൂരിമേൽ ഒഴിച്ച്, അത്ര ചൂടല്ല, ഒരു നോർമൽ ചൂടിൽ ഒഴിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒരു 10 മിനിറ്റ് കഴിയട്ടെ മോളെ, അപ്പോഴേക്കും അത് റെഡി ആവും എന്ന് പറഞ്ഞ്. എന്നിട്ട് അമ്മ അതിങ്ങനെ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഇങ്ങനെ ഒരച്ചൊരച്ചൊരച്ച് ക്ലീൻ ചെയ്ത് കറിയൊക്കെ ഉണ്ടാക്കി. അന്ന് രാത്രി ഒരു പരിചയമില്ലാത്ത വിളിച്ച അന്നത്തെ ദിവസം രാത്രി ചേട്ടനുണ്ടായിരുന്നു അല്ലേ, അങ്ങനെ കൊണ്ട് ആ വീട്ടിൽ താമസിപ്പിച്ച് ഞാൻ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലാണ്ട് വിഷമിച്ചു. എന്നാൽ രാത്രി കാട് എല്ലാം കൂടി ആയിട്ട് രശ്മിനായിട്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് 24 വയസ്സുള്ളൂ എനിക്ക്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം കയറിയിരിക്കുമ്പോൾ ഈ ആൾ വന്ന് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയതും അവിടെ താമസിപ്പിച്ച് അവിടെ നിന്ന് പിറ്റേ ദിവസം വണ്ടിക്ക് വേറെ സുരേഷിന്റെ വീട്ടിലൊരു വീട്ടിൽ കൊണ്ടാക്കി. അയ്യോ, അല്ല ഇതിപ്പോ എങ്ങനെ എവിടുന്ന് കണ്ടുപിടിച്ചു രശ്മി ചേച്ചി? കണ്ടുപിടിച്ചത് ഞാൻ സാജുവിന്റെ അനിയനെ വിളിച്ചിട്ട്, അനിയന്റെ ഒരു കൂട്ടുകാരനുണ്ട് ഇവരുടെ വീടിനടുത്ത്. അപ്പൊ ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ അവൻ കൂട്ടുകാരന്റെ നമ്പർ തന്നു. അപ്പൊ അതെനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ വേറെ കണ്ടുപിടിച്ചു. സാജുവിന്റെ ഒരു കൂട്ടുകാരനെ തന്നെ വിളിച്ചു, ഇവിടെ വീടിനടുത്തുള്ള സ്റ്റാൻലിനെ വിളിച്ചു. അങ്ങനെ കുറച്ചിങ്ങനെ കറങ്ങി തിരിഞ്ഞു കണ്ടുപിടിച്ചു. പക്ഷെ അപ്പൊ ചേച്ചി തന്ന സർപ്രൈസ് ആണ് പൊളി. എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. കാരണം നമ്മളാണ് ഓടി കഷ്ടപ്പെട്ട് നടന്ന സമയത്തൊക്കെ ഇവരെ പോലുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഒരു നല്ല കാലം വന്നു കഴിഞ്ഞപ്പോൾ ഇവരൊന്നും കാണാനും പറ്റില്ല. അങ്ങനെ ഇപ്പൊ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇതൊരു വലിയ സംഭവമാണ്. ഒരു രാത്രി അല്ലേ, ഒറ്റ രാത്രിയിൽ പരിചയപ്പെട്ട ഒരാളെ ജീവിതത്തിൽ ഏറ്റവും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്ന് സഹായിച്ചയാള്, അന്ന് നല്ല വണ്ണം ഉണ്ടായ ആള് ക്ഷീണിച്ചുകയായി, എന്നിട്ടും അയാളെ തപ്പിയെടുത്തൂടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിൽ ചേർത്ത് വയ്ക്കുന്നത് അല്ലെങ്കിൽ മറന്നു പോകാൻ ആഗ്രഹിക്കാതെ ഓരോ മനുഷ്യർ കടന്നു വരും. ചിലപ്പോ ആ ഒറ്റ രാത്രിയുടെ ആ ഒരു കണക്ഷൻ ആയിരിക്കും നമുക്ക് ലൈഫ് ലോങ്ങിൽ. അല്ല, ഞങ്ങൾ ലൈഫിൽ അങ്ങനെ തീരുമാനങ്ങൾ എടുത്ത് നടക്കുന്ന ടൈമായിരുന്നു. അപ്പൊ ആ ഒരു രാത്രി കൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ വേണ്ടാന്നുള്ള ഒരു അവസ്ഥയായിരുന്നു അന്നേരം. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ റോഡിലൊരു അപകടം
നമ്മൾ വണ്ടി പോകുമ്പോൾ ഒരു അപകടം പിടിച്ച് കിടക്കുന്നു, അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, പുലിവാലാകുമെന്നോർത്ത് മാറി നിൽക്കുന്നു. ഇതുമൊക്കെ അങ്ങനെയാണല്ലോ. രാത്രിയിൽ ഒരു സ്ത്രീയും പുരുഷനും ഇവരെ വീട്ടിൽ കൊണ്ടുപോയാൽ കുഴപ്പമാകുമോ? ഈ ഭയക്കുന്ന അല്ലെങ്കിൽ ആരും ചെയ്യാൻ മടിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു. അത് ധൈര്യപൂർവ്വം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അവിടെയാണ് ശരിക്കും ഈ ഉപകാരം അല്ലെങ്കിൽ അത് എന്നും ഓർമ്മിക്കപ്പെടുന്ന. ഒരു ദിവസത്തെ നമുക്ക് ആശ്രയമേ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു നൂറ്റാണ്ട് താമസിച്ച സന്തോഷം നമുക്ക് കിട്ടുന്ന ആവശ്യത്തിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണ്. ആ തക്ക സമയത്ത് പ്രവർത്തിച്ച ആളാണ്. പിന്നെ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമുണ്ട്, എനിക്ക് എല്ലാവരോടും പറയുമ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കും. വലിയ കാര്യം ഷാജി, അതിൻ്റെ എല്ലാ എനർജിയാണ്. പിന്നെ ഷാജിയെ ഒരുപാട് എപ്പോഴും ഞാൻ പറയാറില്ല, എന്നാലും ഞാൻ പറയാം, ഒരുപാട് ദൈവാനുഗ്രഹം ഷാജിക്കുണ്ട് വരാൻ. താങ്ക് യു സോ മച്ച്. ഇനിയും വലിയ സർപ്രൈസുകളും ഗംഭീര പെർഫോമൻസുകളും ഒക്കെ ആയിട്ട് വീണ്ടും വീണ്ടും നമുക്ക് സ്റ്റേജിൽ കാണാം. വലിയൊരു തമാശ ഞാൻ പറയട്ടെ? പറഞ്ഞോ. എനിക്ക് ഇപ്പോഴും പേരറിയില്ല. എന്റെ പേര് പ്രമോദ്. മറന്നുപോയിട്ടാ, അന്ന് ഒരു പ്രാവശ്യം പറഞ്ഞേക്കണ. അത് ഇനി എന്തായാലും മറക്കൂല, പേര് ഞാൻ മറക്കൂല. ഇനിയിപ്പോ എന്തായാലും നമ്മൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്പർ എന്തായാലും കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം പ്രമോദേട്ടൻ. വിളിച്ച ഉടനെ നമ്മുടെ ഈ ഒരു വേദിയിലേക്ക് വന്നതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. ഇനിയാണ് അവരുടെ വരവ്. അവരുടെ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര വരവായിരിക്കും. കുറച്ചധികം വർഷങ്ങൾ പുറകിലേക്ക് പോയിട്ട് ഒരു ക്യാരക്ടറിനെ അവിടുന്ന് ആവാഹിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരിപ്പുണ്ട് രണ്ടുപേരും. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പെർഫോമൻസ് ആണ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദേവൻ ചേട്ടൻ, യമുന ചേച്ചി. യമുന സേന ദൂരദേശത്ത് നിന്നും ഈ അങ്ങാടിക്കവലയിൽ മീൻ വിൽക്കാൻ വന്നതാണ്. മീൻകുട്ടയുമായിട്ട് പോകുമ്പോൾ കുട്ട താഴെ വയ്ക്കാൻ പറ്റില്ല. തിരുവുനായ പിടിക്കും, തിരിഞ്ഞോടാൻ കഴിയില്ല, തിരുവുനായ കടിക്കും. കാലിടറാതെ ധൈര്യസമേതം മുന്നോട്ട് പോകുക, അതല്ലാതെ വേറൊരു മാർഗവുമില്ല. അങ്ങാടിക്കവലയിൽ വരുന്ന സ്ത്രീകളെ ശല്യം ചെയ്യുന്ന ആരായാലും, അത് നായാണെങ്കിലും ശരി നരിയാണെങ്കിലും ശരി, അവരോട് ഈ ബാബുദേവൻ പൊറുക്കില്ല. അങ്ങ് കുണ്ടന്നൂർ ദേശം വരെ കേട്ടിരിക്കുന്നു ഈ ബാബുദേവന്റെ മഹത്വങ്ങളെ പറ്റി. ബാബുദേവൻ കാലം നമ്പേരി അങ്ങാടിക്കവലയിൽ പിരിവെടുക്കാൻ വരുന്നു. മാമാ, നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കാലനും ഇവിടെ ഒന്ന് പിരിവെടുക്കില്ല. മാമാ, ആയുധം. മാമാ മാമാ മാമ നറി ഇട്ടേച്ച് പോയി കളഞ്ഞല്ലോടാ. ഇന്ദ്ര, ശുക്ര, ശുക്ര, കപ്ര, കേട്ടോടാ ബാബുവേ. പൊരാനാ പറഞ്ഞത്. ഇന്ദ്ര, ശുക്ര, കപ്ര, കേട്ടോടാ ബാബുവേ. മാമാ, നിങ്ങൾ എവിടെ പോയി മാമാ? ഇട ഞാൻ ആയുധമെടുക്കാൻ പോയതാണ്. എന്റെ തലവേദനിക്കുന്നു. എനിക്കൊരു പാട്ട് കേട്ടാൽ ഉറങ്ങാമായിരുന്നു. ഞാനിപ്പോൾ ആരെ കൊണ്ട് പാടിക്കും? യമുനാസേനയോട് ചോദിക്കാം. യമുനാസേന, ഈ ബാബുദേവന് പാട്ട് പാടിക്കൊടുക്കൂ. പാവം കിടന്നുറങ്ങട്ടെ. എന്റെ ബാബുവേട്ടന് വേണ്ടി
കഴിക്കാത്തതിന്റെ വിഷമം എനിക്ക് അറിയൂ. എന്നോട് ക്ഷമിക്കൂ ബാബു, ക്ഷമിക്കൂ. ഇങ്ങനെ ഒരു ചതി നടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു മാമ. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തു വന്നത്. പക്ഷെ നിങ്ങളോട് ഞാൻ ക്ഷമിക്കില്ല മാമ. ഇതല്ല യമുന സേന കറക്റ്റ്. ചടുക്കി. പക്ഷെ ഉള്ളത് പറഞ്ഞാൽ എനിക്കിനകത്ത് വലിയ സർപ്രൈസ് ഇല്ല കേട്ടോ. ദേവൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഇത്രയെങ്കിലും വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നല്ലേ. ആക്ച്വലി സർപ്രൈസ് അല്ല, പക്ഷെ അതൊരു കണ്ടപ്പോഴുള്ള സന്തോഷം. ദേവൻ ചേച്ചി പിന്നെ പെർഫോം ചെയ്യുന്നുള്ളത് നമുക്ക് അറിയാം. അതിനകത്ത് നമുക്കൊട്ട് സർപ്രൈസ് തീരെയില്ല. എന്നാലും ഞാൻ സ്റ്റേജിൽ ഡാൻസ് ഒന്നും ഡാൻസ് പെർഫോമൻസ് മറ്റേ സെറ്റപ്പ് പരിപാടി ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ക്യാരക്ടേഴ്സ് വന്നു ചെയ്യുന്നല്ലാതെ പുലീനെ കുലസ്ത്രീ ആയിട്ടാണ്. ജോർജ് ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ദേവൻ ഭായി പറയൂ. ക്യാരക്ടർ വിടാൻ പറ്റുന്നില്ല. ജയനാണ് ജോർജ് ചേട്ടൻ ഇന്നലെ തൊട്ട് തുടങ്ങിയതായത്. ഒരു രക്ഷയില്ല. കിടക്കൂ, എന്നെ തൊട്ടരുത്. നിങ്ങളെ ഒരു അത്ഭുതമാണ്. കാരണം ഇവിടെ വന്ന് ഇത്രയും ദിവസം കൊണ്ട് എന്തൊരു ഗ്രോത്താ, എന്തൊരു ഫാൻസാ. ശരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഭാഷയാണോ എന്ന് ഡൗട്ട് ഉണ്ട്. എനിക്ക് ഇനിയൊരു പേര് നിൽക്കാന്ന് പറയില്ലേ, അതുപോലെ ശരിക്കും നിങ്ങൾ ആരാ? ഭയങ്കര രസമായിട്ട് ചെയ്തു. പിന്നെ വേറെ ജയൻ സാറിന് ഈ സാധാരണ ഈ മിമിക്രി ഇമിറ്റേറ്റ് ചെയ്യുമ്പോ കൂട്ടി ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ അത് കൂട്ടാതെ ആ സൗണ്ട് സിങ്ക് ചെയ്ത് ന്യായമായി ചെയ്തു. പക്ഷെ കുറച്ചുകൂടെ അത് നല്ല കാര്യം. കാരണം പുള്ളിയെ ഒരുപാട് പരിഹസിക്കാറുണ്ട് ഒരുപാട്. ഞാനത് കട്ട ജയൻ ഫാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പുള്ളിയെ പരിഹസിക്കുന്നതാണ്. പക്ഷെ ഇത് ഒരു മിതത്വത്തിൽ ചെയ്തു, ഒട്ടും കൂട്ടിയില്ല. വളരെ രസമായിരുന്നു. പിന്നെ ടൈമിംഗ് പക്കയായിരുന്നു. താങ്ക് യു, വെരി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. നിത്യ, ദേവൻ ചേട്ടാ പറയൂ. ഒന്ന് ദേവൻ ചേട്ടനാവും. അല്ല, ഞാൻ രാവിലെ വന്നത് മുതൽ ശ്രദ്ധിക്കുക തന്നെയാണ്. അടിപൊളിയായിരുന്നു ദേവൻ ചേട്ടാ, അടിപൊളി. ഒരു കാര്യം ഇതൊന്ന് വന്ന സമയത്ത് കറക്റ്റ് ജയൻ സാറിന്റെ ഒരു ബോഡി ആയിരുന്നു. ഇപ്പൊ ഒരു ഭീമൻ രവി ചേട്ടന്റെ ബോഡി ആയോ എന്നൊരു ജിമ്മി പോയി ഒന്ന് പരന്ന പോലെ. ഗംഭീരമായിരുന്നു നിങ്ങളുടെ ആ സ്കിറ്റും ഇൻട്രോയും ഒക്കെ ഭയങ്കര രസമായിരുന്നു. ദേവൻ്റെ ഒരു ആക്ടറല്ലാന്ന് ഇപ്പോ ജോണി പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇവിടെ വന്ന് ഈ 3 ദിവസം കൊണ്ടാണ് ഈ ഒരു നിങ്ങളിലുള്ള ഒരു കലാകാരൻ പുറത്തു വന്നത് എന്നുള്ള അത്ഭുതമാണ്. സത്യം പറഞ്ഞ ഭാര്യയുടെ മുമ്പിൽ മാത്രമേ അഭിനയിക്കാറുള്ളൂ. എന്തായാലും നിങ്ങളിൽ ഒരു നല്ല ആക്ടറുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. അത് മുല്ലപ്പൂമ്പിട്ട് കിടക്കും, കല്ലിനുമുണ്ട്. പക്ഷെ ദേവൻ കല്ലല്ല കേട്ടോ. അപ്പൊ നീ രക്ഷപ്പെടും. ആളത് മാറ്റി പറഞ്ഞു. പുള്ളിയാണ് മുല്ലപ്പൂ. ഇവിടെ ഒരു രക്ഷയില്ല. ദേവേട്ടനെ സംബന്ധിച്ച് പുള്ളി മറ്റേ സൈക്കോളജി മേഖലയിലല്ലേ. ഒരിക്കലും ഇങ്ങനെ ഒരു സ്റ്റേജും ഇങ്ങനത്തെ ഒന്നും ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരാളാ. പെട്ടെന്ന് ഇതിലേക്ക് ഞാൻ പറഞ്ഞു നമുക്ക് പോവാം, നല്ലൊരു പ്രോഗ്രാം അല്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് ജനങ്ങൾക്ക് അറിഞ്ഞിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വന്നേ. പക്ഷെ ഇവിടെ വന്നപ്പോ എന്നേക്കാൾ കൂടുതൽ ഇവിടുമായിട്ട് സെറ്റ് ആയത് ദേവേട്ടനാ. ശരിക്കും ഇപ്പൊ തിരിച്ചു വിളിച്ചിട്ട് വന്നില്ലല്ലേ ചേച്ചി? അതെ, തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരണില്ല. ഞാൻ ഇവിടെ കൂടാൻ പോവാന്ന്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇത് കഴിയുമ്പോ പുള്ളി സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടി വരുമോ എന്ന് ഡൗട്ട്. യമുന അവിടെ നിന്നിട്ട് എന്റെ ദേവേട്ടനെ എനിക്ക് തിരിച്ചു തരൂ. അല്ല, ജയൻ സാറിനെ പോലുള്ള ഒരു അതുല്യ കലാ പ്രതിഭയെ ആളിവിടെ അവതരിപ്പിച്ചു. പക്ഷെ ആള് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, ലൈക്ക് എന്താ പറയാ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അത് നമുക്കൊന്ന് പരീക്ഷിച്ചാലോ? എന്ത് ടാസ്ക് കൊടുക്കണം നിങ്ങൾ പറയാം. എന്തെങ്കിലും ഇപ്പൊ തല്ലി പൊട്ടിക്കോ അല്ലെ? നമുക്ക് ഓപ്ഷൻസ് തരൂ. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? എന്തെടുക്കും? ഇതിലെന്താ വേണ്ടേ നോക്ക്. ട്യൂബ് ലൈറ്റ് ഉണ്ട്, ഓടുണ്ട്, ചാക്കുകെട്ടുണ്ട്. ഓടി രക്ഷപ്പെട്ടോ. ഇഷ്ടിക പൊട്ടിച്ചാ മതി. ദേവേട്ടന് ഇഷ്ടിക പൊട്ടിക്കും നമുക്ക് വേണ്ടിട്ട്.
പിടിക്കട്ടെ. അതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഒന്ന്. ആക്ഷൻ പറയേ ദേവൻ ചേട്ടാ, പ്രേക്ഷക ലക്ഷങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇതൊന്ന് പൊട്ടിക്കണം. ചേട്ടന്റെ അനിയന് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആയിരക്കണക്കിന് ഡോളർ എണ്ണാനുള്ള ആ കൈയാണ്, യമുന ചേച്ചിയുടെ റീല് നോക്കാനുള്ള ആ വിരലുകളാണ്. പൊട്ടിച്ച് കളയരുത്. ഒന്നുമില്ല, ഈ ഓട് പൊട്ടിക്കുന്നു പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കും. വിജയിച്ചു വരും ഏട്ടാ. ഓക്കെ, കം ഓൺ. ഇനിയും തരൂന്നാണോ? സൂപ്പർ. ഞാൻ പ്രത്യേകിച്ച് പ്രേക്ഷകരോടൊന്നും പറയണ്ടല്ലോ അല്ലേ? ഞാനും എന്താളും എന്റെ ആളെയും കൂട്ടി പോയോണ്ടാട്ടെ. താങ്ക് യു സോ മച്ച്. ഇനിയാണ് സുഹൃത്തുക്കളെ കേരളക്കര കാത്തിരുന്ന പെർഫോമൻസ്. ജോണി ചേട്ടാ, ഇനി വരാൻ പോകുന്ന പെർഫോമൻസ് ആരുടെയെന്നറിയോ? അറിയാം. എന്താ പിന്നെ ഇനി ഇടം വല്ല നോക്കാനില്ല? ഇത്രയൊക്കെ നമ്മള് കണ്ടില്ലേ? അതെ, ഇത്രയൊക്കെ കണ്ടതിക്ക് ഇതും കൂടെ പോവും. അപ്പൊ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം the one and only ഹരി പത്തനാപുരം and advocate സബിത. രവി, പ്രശ്നം പാതി പരിഹരിച്ചു. എന്ത് പ്രശ്നം? ഇതെന്താണ് നട്ടുച്ചയ്ക്ക് നിലവിളക്കം കൊളുത്തി വെച്ച്? നിനക്ക് ഭ്രാന്താ? ഡിസ്റ്റർബ് ചെയ്യാതെ പോടാ പുല്ലേ. എടാ, പൂച്ചയെ അയച്ചത് ജ്യോതിയോ ഗായത്രിയോ ആണ്. ആരായാലും എനിക്ക് വാഴക്കയാ. ഈ പോന്റെ ഡെന്നിസേ, ഞാനിപ്പോ ഇവിടെ ധ്യാനത്തിലാ. പൂച്ചയും പട്ടിയും എല്ലാം പോയി തുളയട്ടും തമ്പി. രണ്ടുവായ മകനെ ഡെന്നിസേ, ഇത് കൈവിട്ട് പോയി മോനെ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ಬರ ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲರಿಗೆ ಸಿಗುತ್ತೆ. ഒരു പെൺകൊച്ചിനെ ഇഷ്ടമായി. ഒരു വർഷത്തിൽ കൂടുതലായി പുറകെ നടക്കുന്നേ. പിന്നെ മൈൻഡാക്കി പറയേ അങ്ങനെ ഒരു മന്ത്രം, അങ്ങനെ മന്ത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കുന്ന പറഞ്ഞില്ല, ശരിയാവുന്നു. അങ്ങനെ കാണും വല്ല മന്ത്രം ഉണ്ടെങ്കിൽ ഞാൻ ഐശ്വര്യ റായെ പ്രേരിപ്പിക്കും. ഉള്ളിപ്പെറുക്കി അവൻ 500 രൂപ കാണും. കണ്ടുപിടിച്ചു സാറിന് അനുയോജ്യമായ ഒരു വധുവിനെ ഞാൻ കണ്ടുപിടിച്ചു. ആരാടാ അവള്?
ആ നിൽക്കുന്ന സവിത വക്കീല് അവള് തന്നെയല്ലേ എത്ര നാൾ എന്റെ ഭാര്യയായിട്ടിരുന്ന ശംഭോ മഹാദേവ. ഇപ്പൊ സാറിന്റെ കൺഫ്യൂഷൻ തീർന്ന സ്റ്റേജ് പൊളിച്ചടിക്കുന്നതോ ഞാൻ പൊളിച്ചടിക്കും? ഹരിയണ്ണൻ നേരത്തെ ഫസ്റ്റ് ടൈം ഒക്കെ ഭയങ്കര ചളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗംഭീരായിട്ട് അടിപൊളിയായിട്ട് നല്ല എനർജി നല്ല എനർജി. അതെ, ഇവിടെ ഇരിക്കുന്നവരിൽ മിക്കവരും അല്ലെ ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആർട്ടിസ്റ്റുകളായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളവരാണ്. അത് സിനിമയിലാണെങ്കിലും ടെലിവിഷനിലാണെങ്കിലും ഒക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള അവരുടെ പാർട്ട്ണറിൽ ഒരാളെങ്കിലും. പക്ഷെ നിങ്ങളുടെ കാര്യത്തിലാണ് അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് വേറെ തന്നെ ഒരു ഏരിയന്ന് വന്നിട്ട്. പക്ഷെ ഡാൻസ് എന്നാലുള്ള കാര്യം എന്താണെന്നറിയാമോ? നിലവിളക്ക് കത്തിച്ചോണ്ടോ അത് മുമ്പിൽ കണ്ട തകർന്നു. ഹരിച്ചേട്ടൻ ഇങ്ങനെ ഒരു പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞപ്പം എന്തായിരുന്നു റിയാക്ഷൻ? അല്ല, ഞാൻ റിയാക്ഷൻ എന്നെക്കാട്ടി എന്റെ മോള് അവള് പറഞ്ഞു, അച്ഛൻ ഡാൻസ് കളിച്ചാൽ ഞാൻ ഇനി സ്കൂളിൽ പോവില്ല, ഞാൻ പഠിത്തം നിർത്തുമെന്ന് പറഞ്ഞു. കാരണം അവള് ഞാൻ ഇടയ്ക്ക് വീട്ടിലൊക്കെ ഡാൻസ് കളിച്ചുമ്പോ കളിക്കാറുണ്ട്. അപ്പൊ അവൾക്കറിയാം എന്റെ ഡാൻസിന്റെ ഒരു അല്ല ജോത്സ്യൻ ആലോചിക്കായിരുന്നു വെറുതെ ശരീരം അത് കവടി നേരത്തെ കാശുണ്ടാക്കിക്കൊണ്ടിരുന്നതാ. അല്ല എന്തായാലും കൊച്ചി ഡാൻസ് കണ്ടു കഴിയുമ്പോൾ കൊച്ചു സ്കൂളിൽ നിന്ന് വരില്ല. ഇനി വക്കീലിലോട്ട് വന്നാൽ എങ്ങനെയുണ്ടായിരുന്നു? അശ്വതി, എനിക്ക് ഞാൻ എങ്ങനെ നാളെ കോടതിയിൽ പോകുമെന്ന് ആലോചിക്കുക. ഈ ഒരു സ്റ്റേജ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ക്ലാപ്പ് ഒക്കെ കിട്ടി, അത് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുമ്പോൾ ഒരു ഫീൽ എങ്ങനെയുണ്ട്? അത് എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ പിന്നെ എനിക്കൊന്ന് ഞാൻ LLB പഠിക്കുന്നത് വരെ ഞാൻ ഈ സ്റ്റേജിന്റെ പ്രോഗ്രാമിനും യൂണിവേഴ്സിറ്റി കലോത്സവത്തിനൊക്കെ പോകുമായിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു 19 വർഷത്തോളം ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതിനുശേഷം ഞാൻ പിന്നെ അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പോയിട്ടില്ല. ഇത് ആദ്യം ഇപ്പം പക്ഷെ എനിക്ക് ഓക്കെ ആയി കേട്ടോ. ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെർഫോമൻസിന് സ്റ്റേജിൽ കയറുന്നത്. ഇതുവരെ ഡാൻസ് വീട്ടിൽ ഡാൻസ് കളിക്കും, ഫീമെന്റ് കളിയാക്കിയൊക്കെ കളിക്കുന്നത് അതുപോലെയൊക്കെ കളിക്കും. ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ പ്രസംഗിക്കും. പക്ഷെ ഇന്നേ വരെ ഇങ്ങനെ ഒരു പെർഫോമൻസിന് സ്റ്റേജിൽ കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ്. പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അത് പറ. ഞാൻ പറഞ്ഞില്ലേ പിന്നെ നന്നായിരുന്നു സ്വാമി. നല്ല അതായത് അല്ല പിന്നെ ബ്രദറെ നന്നായിരുന്നു. കാരണം എന്ത് ഈസി ആയിട്ടാ ചെയ്തത്. എത്ര എന്നാ ആത്മവിശ്വാസമാണ്. എനിക്കൊന്നും ഒരിക്കലും പറ്റില്ല. കാരണം ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഇവിടെ വന്നേക്കുന്നവരുടെ ഗ്രോത്ത് ഭയങ്കര. നിങ്ങളുടെ ഭാവി ആരും നിർണ്ണയിക്കുമെന്നുള്ളതാണ്. ചേട്ടാ, ഇവിടെ വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം എന്റെ ഈ 2 എപ്പിസോഡുകൾ കണ്ടിട്ട് നമ്മുടെ ഉടൽ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനുണ്ട് രതീഷ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അണ്ണാ നിങ്ങൾക്ക് ബസ്സും ലോറിയൊക്കെ ഓടിക്കാൻ അറിയാവോ? ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഞാൻ ഓടിക്കത്തില്ല. അല്ല, എന്റെ ഇതിനകത്തൊരു വേഷം തരാനായിരുന്നു എന്ന് പറഞ്ഞു വിളിച്ചാലും നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടതിന് ശേഷം. അതുപോലെ തന്നെ എല്ലാവരും നന്നായിരുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആ ഭീമൻ രഘുചേട്ടന്റെ എന്തോ കാണിക്കുന്നു പറഞ്ഞില്ല, എനിക്കതൊന്ന് കാണിച്ചു തരാം പ്ലീസ്. രണ്ട് സ്റ്റെപ്പ് ഭീമൻ രഘു അതിന്റെ ഡാൻസ് കളിക്കത്തില്ല, അദ്ദേഹം ഇങ്ങനെ നടക്കുന്നു. എനിക്കറിയത്തില്ല. ഞാനും എന്റെ മോളൂടെ ചെയ്യില്ല കേട്ടോ. സബിത കളിക്കൂ, കാണട്ടെ. മാത്രം ചെയ്യാം. നീ വേണേ കളിച്ചു. ഇതിലും ഭേദം ഏതെങ്കിലും തെങ്ങിന്റെ ചോട്ടി പോയി കളിക്കണായിരുന്നു. ഒരു റിയാക്ഷനും ഇല്ല. ഒരു ക്രിമിനൽ വക്കീലാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതല്ല സാജു, ആ കണ്ണാടി എടുത്ത് മാറ്റിയിരുന്ന പുള്ളി കണ്ടേനെ എന്താ അപ്പൊ അത് മാറ്റിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്താലോ? രാജി, ഇനി അഡ്വക്കേറ്റ് കോടതി ചെന്ന പ്രതിയോട് നിങ്ങൾ പതിവായി TV കാണാറുണ്ടോ? ഉടനെ പ്രതി ഇനി ഒരു കേസും ജയിക്കുമെന്ന് എനിക്ക്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ജോൾസിൻ ബ്രോയും വക്കീലും? അത് മറ്റുള്ളവരിലെല്ലാവരിലും ആർട്ടിസ്റ്റുകൾ ഒരാൾ ആർട്ടിസ്റ്റാണ് അല്ലേ? ഇവിടെ ഇവർ രണ്ടുപേരും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഫഷനിലുള്ളവരാണ്. ഒരിക്കലും അവരൊരു അഭിനയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പെർഫോമൻസിലേക്കോ വരണമെന്ന് ആഗ്രഹിക്കാത്തവരാണ്.
സ്വപ്നം കാണാത്തവരാണ്. അങ്ങനെയുള്ളവർ വന്ന് ഈ അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ ശരിക്ക് വിസ്മയിച്ചു പോകും. അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ കലയാണ്. നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ നമ്മുടെ ഉള്ളിലും ഉണ്ട്. പക്ഷെ അതിനെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരവസരം കിട്ടിയപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പുറത്തു കൊണ്ടുവന്നു. അതാണ് ഇവിടെ. താങ്ക് യു സർ. ഹരിച്ചേട്ടന്റെ ഉള്ളിലെ കലാകാരനെ തിരിച്ചറിഞ്ഞിട്ടില്ല ഒന്നും പറയാൻ പറ്റില്ല. ഹരിച്ചേട്ടന്റെ ഉള്ളിലെ കലാകാരനല്ലേ ഇടയ്ക്കിടയ്ക്ക് ഉണർന്ന് പുറത്തു വരാറുള്ള ഒരു കലാകാരനാണ്. മാത്രമല്ല ഹരിച്ചേട്ടനെ എത്ര സിനിമയിൽ വിളിച്ചാന്നറിയോ? ഹരിച്ചേട്ടൻ തിരക്ക് കാരണം പോവാത്ത, ഇനിയാണ് അങ്ങോട്ട് ഞങ്ങൾ ഫുൾ ഫ്ലെഡ്ജിൽ ഇറങ്ങാൻ പോകുന്നത്. പക്ഷെ പല സിനിമയും ഇതുപോലെ ജസ്റ്റ് മിസ്സാണ്. പലതിന്റെ ടൈറ്റിൽ റോളിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞ വിശ്വസിക്കോ? ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കോ? ഞാൻ തന്നെ വിശ്വസിച്ചിട്ടില്ല. പ്രൂഫ് ഉണ്ട്. ഞാൻ ഇവിടെ എവിഡൻസ് ഇല്ലാതെ ഒന്നും സംസാരിക്കാറില്ല. വക്കീല, എവിഡൻസ് അല്ലേ വേണ്ടത്? ഓക്കെ, ഷോ ദ എവിഡൻസ്. വേറെ അടുത്തത് നെക്സ്റ്റ്. ഇത് ഞാൻ കണ്ടതാ. ഇതിൽ അഭിനയിച്ചാ മതിയായിരുന്നു. തോളത്ത് കിടക്കുന്ന വേണ്ടെന്ന് വെച്ചാ നന്നല്ലേ, ബിജുമേനൊക്കെ അടിയിൽ പോയനെ. സെക്കൻഡിൽ ഞാനായിരിക്കും. ഇത് മാത്രം ഞാൻ വിശ്വസിച്ചു, ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ട് ചേരുന്നുണ്ട് കേട്ടോ. അല്ലേ, ജസ്റ്റ് മിസ്സാണ്. പക്ഷെ ഇതിലും വലിയ ടൈറ്റിൽ റോളുകൾ നമ്മൾ ചെയ്യും അല്ലേ? ഓക്കെ, അപ്പൊ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ രണ്ടുപേർക്കും ഒരിക്കലും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അങ്ങനെ ചില ഗംഭീര പെർഫോമൻസുകളൊക്കെ ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കപ്പിൾസിന്റെ ഈ പരിപാടി ഇവിടെ നടക്കില്ല, ഈ പരിപാടി ഇവിടെ നടക്കില്ല. ആശാൻ പറഞ്ഞൊന്നുമില്ല. മര്യാദക്കൊരു പരിപാടി കഴിഞ്ഞിട്ട് മതി. നിങ്ങളുടെ എന്ത് പരിപാടി? ആരാ നിങ്ങള്? ഞാൻ പടക്കം ബഷീർ. ഞങ്ങളുടെ പരിപാടി നടത്താൻ ഇവിടെ അവസരം തന്നില്ലെങ്കിൽ ഈ പടക്കം എടുത്തിട്ട് ഞാൻ ഇവിടെ പൊട്ടിച്ചിട്ട് നിങ്ങളെ കരിച്ചു കളയും. എന്നിട്ട് ആ കരി എടുത്താൽ പല്ലിച്ചിട്ട് തിരിച്ചു വിടുന്നു. സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്റെ പൊന്നിയേട്ടാ, നമ്മളിവിടെ മാനമര്യാദയായിട്ട് പരിപാടി നടത്തിക്കൊണ്ട് പോകണം. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞങ്ങളുടെ തലയുടെ ഡാൻസ് വേണം, തല വെച്ചിട്ട് ഡാൻസ് വേണോന്ന്. അതീനേ, എന്റെ തല വെച്ച് എന്ത് ഡാൻസ് കളിക്കും? ഈ പൊട്ടത്തലയല്ല, ഞങ്ങളുടെ തലേനെ വെച്ചിട്ട് ഡാൻസ് കളിക്കണം. ഇവിടെ കണ്ട തലയുടെ ഡാൻസ് ഒന്നും വെക്കാൻ പറ്റില്ല എന്റെ പൊന്നിയേട്ടാ. തല വെച്ചിട്ട് ആകെ ഇവിടെ വെക്കാറുള്ള ആകെ മീൻകറിയാ. എന്താ തലക്കറി? അതെ, തല മാത്രം വെച്ച് ഡാൻസ് കളിക്കുന്ന കയ്യും കാലും വേണ്ടേ? അതാണ് അങ്ങോട്ട് ചോദിക്കുക. ഞങ്ങളുടെ ലീഡർ തല കൊച്ചേ ഒരു കൗണ്ടർ അടിച്ചു, തലക്കറി കേസ്. ഈ കൗണ്ടർ അടിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ തലയിൽ ഒന്നുമില്ല എന്നുള്ളത്. സത്യമായിട്ടുള്ള അപമാനിക്കാൻ വേണ്ടി വലിയ ഡാൻസ് വെക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഞാൻ സെക്യൂരിറ്റിനെ വിളിക്കും കേട്ടോ. സെക്യൂരിറ്റിയുടെ അണ്ണാക്കിലൊരു പടക്കം വെച്ചാൽ മുട്ടി. ഞങ്ങൾ തലേ ഡാൻസോട് വേണം. ആശാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തൊന്നുമില്ല. എന്റെ പറക്കും ലതേ, നമ്മുടെ തലയുടെ ഡാൻസോട് കളിക്കാൻ പറ്റില്ല. ഈ മഞ്ഞക്കിളി അത് പറഞ്ഞാൻ പറ്റില്ല. തല ഇന്ന് ഇവിടെ ഡാൻസ് കളിക്കും, ഞങ്ങളും കയറി കളിക്കും, ഞങ്ങൾ പൊളിക്കും. ഞങ്ങൾ അതിനുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സ്റ്റേജ് പൊളിക്കരുത്. ചെല്ലു, ഞാൻ ഇവർക്കൊരു ചാൻസ് കൊടുക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കും പരാതിയില്ലല്ലോ? ആർക്കും പരാതിയില്ലേ? അവർ കളിക്കട്ടെ. എന്തായത്? ഇത് പുഷ്പമിയുടെ തേരോട്ടം.
এইবারে তোকে খাবো। വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? തലയും ലതയും കൂടെ പെർഫോം ചെയ്യാൻ പോകുന്നു പറഞ്ഞപ്പോ നമ്മൾ ഇങ്ങനെ ഒരു പെർഫോമൻസ് ഒന്നും വിചാരിച്ചില്ല. മാരക പെർഫോമൻസ് ആണ്. ജോൺ ചേട്ടാ പറയൂ. ഇത് വൈഫിന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവരും സർപ്രൈസ് ആയിരുന്നു. മനോഹരമായിരുന്നു. നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തു. അത് തന്നെയല്ല കൂടെ വൈഫും എന്തായി പറയുക, ഭയങ്കര മെയ്ഡ് ഫോർ നേച്ചർ എന്ന് പറഞ്ഞ പോലെ ഭയങ്കര രസമായിട്ട് ചെയ്തു. വിജയ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സിനിമയിലില്ലേ ലാലേട്ടൻ ശരിക്കും വയറൊക്കെ വെച്ചിട്ട് വരണില്ലേ? ശരിക്കും ആണോ വെച്ചതാ? മേക്കപ്പാ. രാവിലെ നിർത്തി അങ്ങ് അപമാനിക്കുകയാണല്ലോ. നിങ്ങൾക്ക് ഈ മൂവിയിലെ എന്തെങ്കിലും സീനോ ഡയലോഗോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഈ സിനിമ മുഴുവൻ എല്ലാവരുടെയും മനസ്സിൽ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന 10-15 അതും പോരാ, അതിനേക്കാളും കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പടത്തിലെ ഒരു സീൻ കാണിച്ചു തരാം. നിങ്ങൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ഈ ഒരു വേഷത്തിൽ ഓക്കെ ഓബ്വിയസ്ലി നിങ്ങൾ ഡാൻസ് കളിച്ചു, അതിലായിട്ടൊരു സീൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് അഭിനയിച്ച് കാണിച്ചു തരാൻ സാധിക്കല്ലേ ജോൺ ചേട്ടാ? അതിന് റിഹേഴ്സൽ ഇല്ല, ഇതിനൊക്കെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. സ്പോട്ട് ആക്ടേഴ്സ് അല്ലേ ചെയ്യും. ഞാൻ വെറുതെ പ്രോത്സാഹിപ്പിച്ചു തരും. ഒരു സീൻ ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കോ. ഒരു മിനിറ്റ്. അശ്വതി കണ്ണാടി മാറ്റിയപ്പോഴേ എന്നെ ബൂട്ടി എനിക്ക് ഇത് തകർത്ത് ഞെരിച്ചു നിൽക്കുകയല്ലേ. അതൊക്കെ അതും അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ ഇവർക്കൊരു സീൻ കാണിച്ചു കൊടുക്കാം. അങ്ങോട്ട് നോക്കിയോ. എനിക്കങ്ങനെ പെണ്ണ് കണ്ട് ശീലമില്ലാത്തതുകൊണ്ട് എന്ത് ചോദിക്കണം എന്നറിഞ്ഞൂടാ. ഈ കൊച്ചോടിക്കുന്ന വണ്ടി ബാക്ക് എഞ്ചിനാ? അതെ. അപ്പൊ കുടുക്കം കുറവായിരിക്കും. എന്നെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊച്ചിനറിയാം? ഞാൻ കൊറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഒരു തവണ ബ്രാൻഡി ഷാപ്പിന് മുമ്പിൽ വെച്ച് തല്ലുണ്ടാക്കിയില്ലേ? തോപ്പുംപടിയിലോ ഫോർട്ട് കൊച്ചിയിലോ? രണ്ടിടത്തും വെച്ചുണ്ടായിട്ടുണ്ട്. തോപ്പുംപടിയില് അന്ന് തല്ലുണ്ടാളെ എന്റെ ഹോട്ടൽ ആശുപത്രി കൊണ്ടുപോയത്. സോറി, ഇത് അറിഞ്ഞിരുന്നേ ഞാൻ തല്ലില്ലായിരുന്നു. അതിനെന്താ, ഞാൻ തല്ലോസൊക്കെ എടുക്കാറുണ്ട്. ചേട്ടനെ തലേന്നല്ലേ എല്ലാരും വിളിക്കുന്നേ? അയ്യോ, ഈ കൊച്ചിനെല്ലാം അറിയാം. തല എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യോ? എനിക്ക് ഈ പെണ്ണ് കാണൽ ചടങ്ങൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല. ആദ്യമായിട്ടാണ്. നീ വല്ലതും പറയല്ലേ. ചേട്ടൻ എനിക്ക് നേരത്തെ അറിയാം. എന്താ അറിയോ? ചേട്ടൻ എവിടെയോ കിടന്ന് അടികൂടിയിരുന്നത്? എവിടെയായിരുന്നു? തോപ്പുംപടി. ചേട്ടൻ ഏതോ ബ്രാൻഡി ഷോപ്പിന്റെ മുമ്പിൽ നിന്ന് അടി ഉണ്ടാക്കി. ചേട്ടനെ മുന്നേ കണ്ടിട്ടുണ്ട്. ചേട്ടൻ ഏതോ ബ്രാൻഡി ഷോപ്പിന്റെ മുന്നിൽ വെച്ച് അടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. തോപ്പുംപടിയിലോ വൈറ്റിലേലോ? അന്ന് ചേട്ടൻ വീണപ്പോ ഞാൻ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ. അയ്യോ, എനിക്ക് ഞാൻ സത്യമായിട്ടും അടി ഉണ്ടാക്കൂലായിരുന്നു. കൊച്ചോടിക്കുന്ന വണ്ടി എങ്ങനെയാ? ബാക്ക് എഞ്ചിനോ അതോ ഫ്രണ്ട് എഞ്ചിനോ? ബാക്ക് എഞ്ചിനോ? അതാ വലിയ കുടുക്കൊന്നും കാണൂല അല്ലേ? ചേട്ടൻ എനിക്കൊരു സഹായം ചെയ്യോ? സഹായോ? അല്ല കൊച്ചെ, എനിക്കറിയാം എന്നെ പോലെ ഈ വെള്ളവും അടിച്ച് അടി ഉണ്ടാക്കി തല്ലും ഉണ്ടാക്കി നടക്കുന്ന പ്രാട് പയ്യന്മാരെ ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അത് കുഴപ്പമില്ല, ഞാനത് റീൽ ചെയ്തോളാം, കുഴപ്പമില്ല. അതുകൊണ്ടല്ല, പിന്നെ ഞാൻ ആ പുഞ്ചിരി ബസ്സിലെ കിളിയില്ലേ സുനി, അവനായിട്ട് ഭയങ്കര പ്രേമത്തില. അപ്പൊ ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുക. അപ്പൊ കുഴപ്പമില്ല, ഞാൻ അച്ഛനോട് പറയാം കൊച്ചിനെ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ കേൾക്കില്ല. ചേട്ടൻ തന്നെ പറഞ്ഞാൽ മതി, കല്യാണത്തിന് താല്പര്യം. നല്ല 2 അടി കൊടുത്തിട്ട് പറയട്ടാ പാമ്പിന്. അയ്യോ, അതൊന്നും വേണ്ട. നല്ല അടി കൊടുക്കാം. ചേട്ടന് താല്പര്യം ഇല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് മതി. പക്ഷേ അത് ഒരു കഷ്ടമില്ല. എനിക്ക് ശരിക്കും താല്പര്യമുണ്ട്, വല്ലാത്ത താല്പര്യമുണ്ട്. ഐ ലവ് യു ലതേ, ഐ ലവ് യു. സ്വന്തം ഭാര്യയായ അഹങ്കാരം കണ്ടോ? ജോൺ ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു.
ഈ പറഞ്ഞ പോലെ കൂടുതൽ മികച്ചു നിന്നത് കൊറിയോഗ്രാഫിയിലായിരുന്നു. പക്ഷെ ഇത് പെട്ടെന്നുള്ള ടാസ്ക് അല്ലായിരുന്നു. എന്നാൽ നന്നായിരുന്നു. ഞാൻ പറഞ്ഞേ ഇവരൊക്കെ വീണെടുത്ത് വിഷ്ണുലോകമാക്കുന്ന പ്രതിഭകളാണ്. വിജയൊക്കെ ഈ പറഞ്ഞ പോലെ നിത്യ ഒരു ആഗ്രഹം പറഞ്ഞായിരുന്നു. നിത്യക്ക് ഒരു റെട്രോ ഫീൽ ഉള്ള ഡാൻസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് തന്നെ വേറൊരു പാട്ടില്ലേ, മറ്റേ നിത്യയുടെ അവസ്ഥ എന്നായിരുന്നറിയോ? ഈ ജല്ലിക്കെട്ട് നടക്കുന്നിടത്തോട്ട് കൊച്ചിനെ തള്ളിവിട്ടു. ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് എന്തോ നല്ല ഡാൻസ് ഒക്കെ ചെയ്യിപ്പിക്കും എന്നുള്ളത്. ഞാൻ നോക്കുമ്പോ അവിടെ കിടന്നൊക്കെ തമർക്കുവാ. നല്ല എനർജി, നല്ല രസമായി ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മനസ്സിൽ ഈ സിനിമയും ലാലേട്ടനും ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് കണക്ട് ആവും. ഭയങ്കര രസമാണ്. ആ കാലിന്റെ പരിപാടി ചോണിച്ചേട്ടൻ ഒന്ന് വരുമോ? അടിപൊളി സ്റ്റെപ്പ് മ്യൂസിക് പ്ലീസ്. ശരിക്കും ഈ ഡാൻസ് ശരിക്കും കൊറിയോഗ്രാഫി ചെയ്ത ദിനേശ് മാസ്റ്റർ. ഇന്നലെ ഞാൻ ദിനേശ് മാസ്റ്ററുടെ കൂടെ ഒരു പടത്തില് ഡാൻസ് ചെയ്തിട്ടാ വന്ന്. അപ്പൊ എന്നറിയാം പുള്ളി എന്നെ കൊണ്ട് കളിപ്പിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ തെറ്റിച്ച് കളിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞു. അപ്പൊ അതൊരു കോയിൻസിഡന്റ് ആയിട്ട്. പിന്നെ പുള്ളി പഠിപ്പിച്ച 6 സ്റ്റെപ്പ് എനിക്കറിയാം. പക്ഷേ പണം റിലീസ് ആകാത്തോണ്ട് ഞാനിപ്പോ കളിക്കുന്നില്ല. റിലീസ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് ഞാനിവിടെ വരവുണ്ട്. കോപ്പിറൈറ്റ് ഉള്ള സ്റ്റെപ്പാ. ആർത്താണ്ടന്റെ മഹാറാണി എന്ന് പറഞ്ഞ പടം. അടിപൊളി. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മുടെ ഇന്ന് നമുക്കുള്ളതൊരു എന്റർടൈൻമെന്റ് റൗണ്ട് ആണല്ലോ. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ആളുകളെ എന്റർടൈൻ ചെയ്യുന്ന ഒരാള് നമ്മുടെ മൊത്തം പേരുടെ കൂട്ടത്തിലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആരായിരിക്കും ഏറ്റവും അധികം പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യുന്നത്? ലക്ഷോപലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആ പെർഫോമൻസിനോട് ഞങ്ങൾ കാത്തിരിക്കുക. ആ പെർഫോമൻസ് അല്ല, വേറൊരു പെർഫോമൻസിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. നിത്യയുടെ മകളുടെയും ഡാൻസ് റീൽസ് ഭയങ്കര പോപ്പുലർ ആണ് അല്ലെ? ഒരുപാട് പ്ലാറ്റ്ഫോം അവർ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ലോകം മുഴുവൻ പലയിടത്തും ഇങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ ഈവൻ വാട്സാപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടാറുണ്ട്. ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ്. അപ്പൊ ഇത്രയും നമ്മൾ എന്റർടൈൻ ചെയ്യുന്ന നിത്യക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കുഞ്ഞു സർപ്രൈസ് കൊടുക്കണ്ടേ? ഉറപ്പായിട്ട് വേണം. എന്നാ നിത്യക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കുഞ്ഞു സർപ്രൈസിനെ ഈ വേദിയിലേക്ക് വിളിച്ചാലോ? വിളിക്കൂ. കൈയ്യടി കൊടുക്കാം.
നമ്മുടെ നിത്യയുടെ മകൾ, ആസ് യു ഓൾ നോ, സുന്ദരിക്കുട്ടി. അമ്മയുടെ കൂടെ. ഹലോ ഹലോ ഹലോ. ഇത് ശരിക്കും നമുക്ക് എല്ലാവർക്കും ഡൗട്ടാ, ഇത് കുമ്പിടി എഫക്റ്റ് അല്ലേ ഇവിടെ നടക്കുന്നത്? ഇവിടെ നിത്യ. എല്ലാരും പറയോ അമ്മയെ പോലെയാന്ന്? എല്ലാരും. ആണോ? എല്ലാരും. ആ ഓക്കെ. അപ്പൊ നമുക്ക് അമ്മയെ കൂടെ ഇങ്ങോട്ട് വിളിച്ചാലോ? ഇതൊന്ന് നീട്ടി വിളിച്ചോ അമ്മയെ, നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം. യെസ്, നമ്മുടെ സന്തൂർ മമ്മി ആൻഡ് ഡോട്ടർ. നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. മോളെ ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് നമ്മള് അച്ഛനെ കണ്ടിട്ടില്ലല്ലോ, ഈ അച്ഛനും അമ്മയുള്ള തമ്മിലുള്ള ടേംസിനെ കുറിച്ച് മോളോട് ചോദിക്കാം. അങ്ങനെ ഞാൻ വെച്ച് ഇനി ആളെ കൊണ്ടുവന്നിട്ടോ. എങ്ങനെയാ ഇവര് ഭയങ്കര സ്വീറ്റ് ലവ് ബേർഡ്സ് ആണോ അതോ ടോം ആൻഡ് ജെറി കൈൻഡ് ആണോ? ആണോ? രണ്ടും ആണ്. ഒബ്വിയസ്ലി ഓൾട്ടർനേറ്റ് ആണ്. ഇതിൽ ആരെ കൂടുതൽ റൊമാൻറ്റിക്? ഒബ്വിയസ്ലി. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ റീലിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന നിത്യയുടെ മകൾ നയന. അപ്പൊ ഒരു ദിവസം അച്ഛനെ കൂടെ കൂട്ടിയിട്ട് ഇവിടെ വരണം കേട്ടോ. ഓക്കെ മോളെ, താങ്ക് യു സോ മച്ച്.